ശമ്പള വർധന ഉൾപ്പെടെ ഉന്നയിച്ച് സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രി മേഖല സ്തംഭിപ്പിച്ച നഴ്സസിന്റെ ഏകദിന സമരം. മിനിമം വേതനവുമായി ബന്ധപ്പെട്ട് സർക്കാർ ഉത്തരവിറക്കിയില്ലെങ്കിൽ തിങ്കളാഴ്ച മുതൽ അനിശ്ചിതകാല സമരം നടത്തുമെന്ന് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ വ്യക്തമാക്കി. സർക്കാരാണ് തീരുമാനമെടുക്കേണ്ടത് എന്നാണ് സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റുകളുടെ നിലപാട്. എത്രയും വേഗം ഇതിലൊരു തീരുമാനം ഉണ്ടാവും. ഞങ്ങൾ ബേസിക്കായിട്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഞങ്ങൾക്ക് വലിയ ആർഭാട ജീവിതത്തിന് വേണ്ടിയിട്ടല്ല. ബേസിക് സാലറി 40,000 തരണമെന്ന് പറഞ്ഞാൽ ആ 20,000 തന്നിട്ട് 8 വർഷം കഴിഞ്ഞു. സർക്കാരിന് 1 രൂപ പോലും ബാധ്യതയില്ലാത്ത വിഷയമാണ് സ്വകാര്യ ആശുപത്രി ജീവനക്കാരുടെ ശമ്പളം പരിഷ്കരിക്കുന്നത്. അത് പ്രഖ്യാപിക്കുക തന്നെ വേണം. അല്ലാത്ത പക്ഷം കടുത്ത സമരത്തിലേക്ക് ഞങ്ങൾ കടക്കും. UNAയുടെ നേതൃത്വത്തിലായിരുന്നു സംസ്ഥാന വ്യാപക ഏകദിന പണിമുടക്ക്. എമർജൻസി വിഭാഗങ്ങളിൽ മാത്രമായി നഴ്സസിന്റെ സേവനം ഒതുങ്ങിയതോടെ ആശുപത്രികളുടെ പ്രവർത്തനത്തെ സാരമായി ബാധിച്ചു. സെക്രട്ടേറിയറ്റിലേക്ക് നഴ്സസ് നടത്തിയ മാർച്ച് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യമന്ത്രി ഇപ്പൊ ഏറ്റവും നല്ല നടിയായിട്ടാണ് അറിയപ്പെടുന്നത്. ഏറ്റവും വലിയ നടിയാണ്. അവരുടെ നാട്യത്തിന് അവാർഡ് കൊടുക്കേണ്ട സമയമാണിത്. കേരളത്തിലെ ജനങ്ങളെ ഇതുപോലെ അപഹസിക്കുന്ന ഒരു ആരോഗ്യമന്ത്രിയെ നമ്മൾ കണ്ടിട്ടില്ല. അവരുടെ ഈ തെറ്റായ നയങ്ങൾ അവസാനിപ്പിക്കണം. അർഹതപ്പെട്ട ശമ്പളം നഴ്സുമാർക്ക് ഉറപ്പുവരുത്തണമെന്നാണ് കേരള കോൺഗ്രസിന്റെ നിലപാട് എന്ന് സമരവേദിയിലെത്തിയ ജോസ് കെ മാണിയും വ്യക്തമാക്കി. ആ അർഹതപ്പെട്ട ശമ്പള വർധനവ് കൊടുക്കണം എന്നുള്ളതാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ നിലപാട്. ഇനി യാതൊരു സംശയവുമില്ല, നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്നുകൂടി ഈ സന്ദർഭത്തിൽ പറയാണ്. ആവശ്യങ്ങളിൽ തീരുമാനമുണ്ടാകുന്നതുവരെ സമരവുമായി മുന്നോട്ടു പോകാനാണ് UNAയുടെ തീരുമാനം. അതേസമയം സർക്കാരാണ് തീരുമാനമെടുക്കേണ്ടത് എന്നാണ് സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റുകളുടെ നിലപാട്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.